സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് വളരെ കാലത്തെ ഒരു ആഗ്രഹം, ഞാൻ ഒരാളെ തേടി വന്നതാണ്. വേറെ എവിടെയല്ല, അൽഫോൻസാമ്മയുടെ കബറിടവും പള്ളിയും കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. മേളിലേക്ക് കയറും. ചക്കു പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലേക്ക്. കുറച്ച് കയറണം, നടന്ന് കയറണം. അൽഫോൻസാമ്മയെ തേടിയുള്ള എൻ്റെ യാത്രയാണ്. അൽഫോൻസാമ്മയുടെ ജനിച്ചു വളർന്ന വീട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അൽഫോൻസാമ്മയുടെ കോൺവെൻറ്റും അൽഫോൻസാമ്മയുടെ കബറിടവും ഒക്കെ കാണാനാണ് പോണത്. അമ്മ പഠിപ്പിച്ച സ്ഥലം, അമ്മ അൽഫോൻസാമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളാണത്. ആ കാണുന്നതാണ് അൽഫോൻസാമ്മ പഠിപ്പിച്ചിരിക്കുന്ന സ്കൂള്. പള്ളി, ഇത് പള്ളി സ്കൂളാണ്. ഇത് പള്ളി, ഇതാണ് സ്കൂൾ. അത് പള്ളി, ഇതാണ് സ്കൂൾ. അൽഫോൻസാമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളും പള്ളിയാണത്. അപ്പം എൻ്റെ യാത്ര, വളരെ നാളത്തെ ആഗ്രഹം, യാത്രകൾ. അപ്പോൾ പണ്ടിങ്ങനെ കൊച്ചിലെയൊക്കെ മനസ്സിൽ ഈ കഥ കേൾക്കുമ്പോൾ ഇതെവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ ആകാംക്ഷയാണ്. പക്ഷെ എന്തായാലും എൻ്റെ ആ ചെറുപ്പത്തിലുള്ള പ്രാർത്ഥനയും ആ ആകാംക്ഷയായിരിക്കാം എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന തീർത്ഥാടകർക്കുള്ള പ്രാർത്ഥനാലയമാണ്. അതായത് അൽഫോൻസാമ്മയെ കാണാനായിട്ട് ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇവിടെ ഇരിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചാപ്പലും പള്ളിയാണ് ഈ കാണുന്നത്. ഇതിലേക്ക് പോകാനുള്ള വഴിയാണിത്. അപ്പോൾ നമുക്ക് നേരെ അൽഫോൻസാമ്മയുടെ കബറിടം കാണാം. വരും. ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ? വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇവിടവും പള്ളിയുടെ ഒരു ഭാഗമാണ് എന്നാണ് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ വന്നിരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ശാന്തി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പള്ളിയാണിത്. അപ്പോൾ കബറിടം കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പള്ളിയിലോട്ട് വരാം. അതായത് അൽഫോൻസാമ്മയുടെ പള്ളിയിലെ പെരുന്നാളാണ് അടുത്ത മാസം. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വരെ വന്നില്ലേ, അപ്പം ഞാൻ ആ കബറിടം ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വന്നിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പം ഞാൻ വന്നതിന് പ്രകാരം ഞാൻ നിങ്ങളെ ആ കബറിടം ഒന്ന് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണി നടക്കുകയാണ്. നമുക്ക് അവരോട് ഒന്ന് അനുവാദമൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കാണാം. നമ്മുടെ കബറിടം പെയിൻറ്റിങ് നടക്കുകയാണ്, പണിത്തിരക്കിലാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു അനുവാദം അവർ തന്നിട്ടുണ്ട്. നമുക്ക് കാണാം. ഇത്രയും കാണിക്കാൻ ഇത്രയും മാറ്റമല്ലോ. ഇവിടെയാണ് അൽഫോൻസാമ്മയെ കബറടക്കിയിരിക്കുകയും ചെയ്യുന്ന കല്ലറയാണിത്. ഇതിപ്പോൾ പെരുന്നാളായതുകൊണ്ട് പണി നടക്കുകയാണ്. എൻ്റെ ഒരു പെർമിഷനിൽ അവരെനിക്ക് കാണിക്കാൻ വേണ്ടി തന്നതാണ്. അൽഫോൻസാമ്മ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. വളരെ നാളത്തെ ആഗ്രഹമാണ്. എങ്കിലും എൻ്റെ ആഗ്രഹം മാനിച്ചിട്ട് ആ ചേട്ടന്മാർ എനിക്ക് കാണിച്ചു തന്നതാണ്. ഇനി പണി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ഒരു പോസിറ്റീവ് എനർജി കേട്ടോ.
പിറന്നാൾ. അതിൻ്റെ തിരക്കിലാണ്. പെയിൻറ്റിങ്ങും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കുറച്ച് പൂവ് അവിടുന്ന് കിട്ടി. വളരെ പോസിറ്റീവായിരുന്നു. ഭയങ്കര പോസിറ്റീവായ ഒരു സന്ദർശനം എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇനി നെക്സ്റ്റ് ഞാൻ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ആർട്ടിഫിഷ്യലാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കർത്താവിനെ കുരിശി കടത്തിയതുണ്ട്. തൊട്ടടുത്ത് അൽഫോൻസാമയുണ്ട്, മാതാവുണ്ട്, 2 മാലാഖമാരുണ്ട്. ഹലോ, എല്ലാത്തിനും കത്തിച്ചു. നമ്മുടെ ബ്രദർ 2 തിരി തന്നു. അപ്പൊ ഞങ്ങൾ ബ്രദറിന്റെ പേരെന്താ? ജോ ജേക്കബ്. ഒരു ഹായ് കൊടുക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഇല്ല, എല്ലാവരും ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ദേവരാഗം ഉണ്ട് കേട്ടോ. നമുക്ക് 2 ചാനലുണ്ട്. ദേവലോകം നമ്മൾ ഫസ്റ്റ് യൂട്യൂബറൊക്കെയാണ്. ഏതാ ചാനൽ? ജോ ജേക്കബ് VFX. എന്താണ് കണ്ടന്റ്? അപ്പൊ ജോ ജേക്കബിന്റെ ജോ ജേക്കബിന്റെ VFX ആനിമയാണ് മെയിൻ കണ്ടന്റ്. ആനിമയാണ് മെയിൻ കണ്ടന്റ്. ആനിമ ജാപ്പനീസ് കാർട്ടൂൺ, അതിനെയാണ് ആനിമ. അതിന്റെ ലൈവ് ആക്ഷൻ ഉണ്ടാക്കാനാണ്. അപ്പൊ ഞാൻ അത്ര വലിയ എഡിറ്ററല്ല, എന്നാലും അത്യാവശ്യം പഠിച്ചു വരുന്നല്ലേ. അപ്പൊ എല്ലാരും ജോ ജേക്കബിന്റെ VFX അല്ലേ, ആനിമ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ദേവലോകവും ദേവരാഗവും 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ നാളെ എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പൊ അതിന് പോവാ. അപ്പൊ അതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനാണ്. അപ്പൊ 3 തിരി ഞാനും കത്തിച്ച്. നന്നായി വരട്ടെ. വിജയീ ഭവ. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അൽഫോൻസാമ്മയുടെ പ്രയർ ഒത്തിരി ചെല്ലുമായിരുന്നു. പഠിക്കണ കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ഇങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വിശ്വാസമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വന്നപ്പോൾ യാദൃശ്ചിക അവിടെ അൽഫോൻസാമ്മയുടെ വീടില്ലേ, ജനിച്ചു വളർന്ന വീട്, അവിടുത്തെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെയാണ് എങ്ങനെയാണ്? ഓക്കെ. ഫാദറിന്റെ പേരെന്താ? അന്ന് അൽഫോൻസാമ്മയുടെ ഫോട്ടോസ് ആയിരുന്നു. അച്ഛൻ ബ്ലസ്സിങ് ചെയ്ത് ഒരു കൊന്തയും തരുമോ? ഒരു ബ്ലസ്സിങ്. ഞാനൊരു സന്യാസ പോസ്റ്റാണ്. അമ്മ തരുന്ന വീഡിയോകൾ എടുക്കുന്നതാണ്. സമയം കൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹം തന്നു സിസ്റ്റേഴ്സും ഫാദറൊക്കെയാണ് ഇത്. ഞാൻ ചോദിച്ച കൊന്ത തന്നു, നമുക്ക് അൽഫോൻസാമ്മയുടെ ഫോട്ടോ തന്നു. എനിക്ക് ഇത്തിരി സന്തോഷമായി. അമ്മയുടെ പേരെന്താ? ഒരു ഹഗ്ഗിങ് ചെയ്യുമല്ലേ? ഒരു ഹഗ്ഗിങ് ചെയ്യും, ഒരാഗ്രഹമല്ലേ? പ്ലീസ്. താങ്ക് യു. ഒത്തിരി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക്.
ഞാനിപ്പോൾ താമസിക്കുന്ന ചോട്ടാനിക്കരല്ല. ഞാൻ വ്രതത്തിലിരിക്കുക 41 days. ഞാൻ സന്യാസി, അഗോഡ സന്യാസിയാണ്. ഇത് ഞാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഒന്നടിച്ച് കണ്ടു, രണ്ടെണ്ണം തന്നു. കണ്ണാണ് കാണിക്ക്, പ്രേക്ഷകരെ കാണിക്ക്. അപ്പം വളരെ സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് 2 ഫോട്ടോസ് തന്നു, കൊന്ത തന്നു, എല്ലാം കൊന്ത കാണിച്ച് നീളത്തിൽ കാണിച്ചു. കൊന്തയും തന്നു, അൽഫോൻസാമ്മയുടെ ഫോട്ടോയും തന്നു. ഒത്തിരി ഹാപ്പിയായി. തിരക്കിനിടയിലും കിട്ടിയ സൗഭാഗ്യങ്ങളാണ് ഇതെല്ലാം. അത് ഇതെല്ലാം തന്നു വിടുന്നത് പോലെയാണ് ഞാൻ ഫീൽ ചെയ്തത്. ചേട്ടാ ബൈ പറയാം. ദേവലോകം ചാനലാണ്. ഓക്കെ, പേരെന്താ? ജോസൂട്ടി എന്നാണ് ചേട്ടൻ്റെ പേര്. എനിക്കൊരു അങ്കിളുണ്ട്, അങ്കിളുടെ പേര് ജോസൂട്ടി എന്നാണ്. പിന്നെ നമ്മൾ എന്തെല്ലാം വലിയ മോഹങ്ങൾ പണിതുയർത്തിയാലും, എന്തെല്ലാം വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയാലും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. കാരണം അൽഫോൻസാമ്മ നല്ലതായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഇഷ്ടംപോലെ സ്വത്തുള്ള കുടുംബത്തിലായിരുന്നു, ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയതാണ് അൽഫോൻസാമ്മയുടെ ബാല്യത്തിൽ. പക്ഷേ അപ്പോഴും ഈശോ എന്ന് പറയുന്ന ഒരാളെ അധികമായി പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതം ഹോമിച്ച് ഒരു കല്യാണാലോചനയ്ക്ക് പോലും വഴങ്ങാതെ സ്വന്തം ഇഷ്ടത്തിൽ എന്ത് ചെയ്തു, കന്യാസ്ത്രീ ആകാൻ തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, കന്യാസ്ത്ര ജീവിതം പുള്ളി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തു. അവസാനം എന്ത് ചെയ്തു, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. പള്ളിയായിട്ടും ഇന്ന് തീർത്ഥാടനമായിട്ടും ഒരുപാട് പേരെന്ത് ചെയ്യുന്നുണ്ട്, അൽഫോൻസാമ്മയെ കാണാൻ വേണ്ടി വരുന്നു. അപ്പം ആ പുള്ളി പോയിരിക്കുന്ന ഉപാസനയും കാര്യങ്ങളും, യേശു എന്ന ഒരാളോടുള്ള ഉപാസനയും കാര്യങ്ങളായിരുന്നു അൽഫോൻസാമ്മയ്ക്ക്. അതാണ് ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. ഇന്ന് വളരെ മനോഹരമായ പള്ളിയും സ്കൂളുകളും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും തീർത്ഥാടകരൊക്കെ വന്ന് കാണുന്നുണ്ട് ഇവിടം. അപ്പം വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാം വന്ന് കാണുകയും ചെയ്യും. ഫ്രെയിം ചെയ്ത് എൻ്റെ പൂജാ റൂമിൽ എന്ത് ചെയ്യണം, സുന്ദരിയല്ല. ഇതായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. അതായത് അൽഫോൻസാമ്മ ജീവിച്ച് മരിച്ച് മഠം മ്യൂസിയം ഇതെല്ലാമാണ്. അതായത് അൽഫോൻസാമ്മ സഭാവസ്ത്രം സ്വീകരിച്ച്, അതായത് കന്യാസ്ത്രീ ആയി ആ അതായത് സിസ്റ്റേഴ്സ് ആകുന്ന സമയത്ത് ഒരു ഉടുപ്പിടൂലേ, അതിനാണ് സഭാവസ്ത്രം സ്വീകരിച്ച പള്ളി. ആ പള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. സൗരഭ്യമുണ്ട്. പക്ഷേ ഈ മുല്ലപ്പൂ കിടന്നിരുന്നവിടുത്തെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് അൽഫോൻസാമ്മ. എല്ലാ നിലയിലും ഒരുപാട് വേദനയും ത്യാഗ ജീവിതമായിരുന്നു തൻ്റേത്. അൽഫോൻസാമ്മയുടെ ചരിത്രം വായിക്കുമ്പോൾ ഒരുപാട് ത്യാഗം ചെയ്ത ഒരു സ്ത്രീയാണ് അൽഫോൻസാമ്മ എന്ന് പറയുന്നത്. പിന്നെ ഓടി വാ വാ. ഹിന്ദി ബോലോ, ഹിന്ദി ഉണ്ട്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അതാണ് അനുസരണക്കേടെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. പണ്ട് നമ്മളും അങ്ങനെയൊക്കെ അല്ലായിരുന്നോ? 100-99 എണ്ണം നല്ലതാവാനുള്ളതാണ്. അൽഫോൻസാമ്മ ടീച്ചറായിരുന്നു. അൽഫോൻസാമ്മ പഠിപ്പിച്ച സ്കൂളാണിത്. ഇവിടെ
കന്യാസ്ത്രീ ആയപ്പോൾ തന്നെ സെന്റ് മേരീസ് സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹൈസ്കൂളാണ് ഇവിടെ ഭരണങ്ങാനം. പണ്ട് കാലത്ത് ഇവിടെയാണ് അമ്മ പഠിപ്പിച്ചത്. ഉണ്ടോ മണി അടിച്ച് കോപ്പിറൈറ്റ് അടിക്കും എല്ലാം അത് കുറച്ചെടുക്കേ ഒന്നേ രണ്ട് ഒരു ഹായ് പറയോ അവിടെ നോക്കി പറ ദേവലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പറ ദേവലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹായ് പറ എല്ലാവരും പറഞ്ഞു എത്ര ക്ലാസ് പഠിക്കുമോ ഹായ് പറയടാ ഒരു ഹായ് പറ ഹായ് കൊടുക്കോ വീഡിയോയിൽ ദേവലോകാണേ ഓക്കെ കാണാം മാറ് വണ്ടി പറ്റി. ദേവലോകം അങ്ങോട്ട് അവർക്ക് അതെ കാണിച്ചു കൊടുക്കും ഹായ് പറയടാ നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നോക്കോ ഇടിപൊളിയാണ്. സഭാവസ്ത്രം സ്വീകരിച്ച പള്ളിയാണിത്. ഇവിടെ വെച്ചിട്ടാണ് സഭാവസ്ത്രം സ്വീകരിച്ചതും കോൺവെൻറ്റും ഒക്കെയുള്ള സ്ഥലമാണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിലൊക്കെ. നമുക്ക് പള്ളിയിലോട്ട് പോകണം, കുറച്ച് റെസ്റ്റും എടുക്കണം.